Namaste viewers, welcome back to my new video. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റോക്ക് പെർഫോമൻസ് ആണ്. സ്റ്റോക്കിന് നമ്മുടെ സോഫ്റ്റ് ഉപയോഗിച്ച് സ്റ്റോക്ക് ട്രേഡിംഗിൽ കറക്റ്റ് എൻട്രി എക്സിറ്റ് അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. നമ്മുടെ ആക്ച്വലി സപ്പോർട്ടിങ് സോഫ്റ്റ് ആണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ട്രേഡ് പിക്ക് ചെയ്ത് തരും. അതിനൊരു കൺഫർമേഷൻ ഉണ്ട്. അതായത് എല്ലാ സിഗ്നലും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കൺഫേം ആയിട്ടുള്ള സിഗ്നൽസ് മാത്രം നമ്മൾ പിക്ക് ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ള വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാനോ ഇതിൻ്റെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ അറ്റൻഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. കോൾ ഓർ വാട്സ്ആപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഡോക്ടർ റെഡിയുടെ ചാർട്ടാണ്. ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ്. ഇത് റിയൽ ടൈം മാർക്കറ്റ് റേറ്റ് ആണ്, റിയൽ ടൈം വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഏത് ചാർട്ട് എടുത്താലും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡിക്കേഷൻ വന്നോളൂ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 4 5 അല്ലെങ്കിൽ 10 സ്റ്റോക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും സ്റ്റോക്കുകൾ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എപ്പോൾ സിഗ്നൽ വന്നാലും സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരും. ഈ അലേർട്ട് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഡോക്ടർ റെഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് 1189 ആണ്. ഈ വൈറ്റ് കളറിലെ ലൈൻ ഡേ സെപ്പറേഷൻ ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ രാവിലെ നമുക്കൊരു ബൈസൈക്കിൾ തന്നിട്ടുണ്ടായിരുന്നു. സോഫ്റ്റ് ഗ്രീൻ വരുന്നത് ബൈ ചെയ്യാനുള്ളത്, റെഡ് ഡൗൺ ആരോ വരുന്നത് റെഡ് ഡൗൺ ആരോ വരുന്നത് സെല്ലാണ്. അതായത് ആരോസ് ആണ് സിഗ്നൽസ്. ഈ ആരോ വരുമ്പോൾ തന്നെ അലേർട്ട് വരും, ഏറ്റവും മേഖലയിൽ അത് ഡിസ്പ്ലേ വരും. ലാസ്റ്റ് സിഗ്നലിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സെല്ല് വന്നിരിക്കുന്നത് ടൈം 1:05 റേറ്റ് എന്ന് പറയുമ്പോൾ 1194 ട്രേഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റോട് നോക്കുകയാണെങ്കിൽ ഇതാണ് P&L ആണ് ഈ കാണിക്കുന്നത്. ഇത്രയും പോയിന്റ് നമ്മൾ പ്രോഫിറ്റ് നിൽക്കുകയാണ്. പക്ഷേ ഈ സോഫ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ സോഫ്റ്റ് തരുന്ന എല്ലാ ട്രേഡും കയറി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം കൺഫേം ആകത്തില്ല. അപ്പോൾ ഒരു സിഗ്നൽ വന്നാൽ അത് കൺഫേം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സെൽ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഈ ആരോ വന്നതിന് ശേഷം ഏറ്റവും താഴത്തോടെ നോക്കിയാൽ പ്രൈസ് ഇവിടെ സെൽ സോണെന്ന് തന്നെ എഴുതി കാണിക്കണേ. അതുപോലെ ഈ ആരോയുടെ താഴത്തെ ബാർ കണ്ട ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഇങ്ങനെ ഫോം ചെയ്ത് വരും. സിഗ്നൽ വരുമ്പോൾ താഴത്തെ ഒറ്റ ബാറേ കാണുള്ളൂ. അതെന്തായിരിക്കണം, റെഡ് ആയി നോക്കുക. ഇപ്പോൾ ഇവിടെ റെഡ് ആയിരുന്നു. ചില കേസുകളിൽ നമുക്ക് 1-2 ക്യാൻഡിലിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 1194 നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ 1191, 89, 87 ഇങ്ങനെ 3 ടാർഗറ്റ് ഉണ്ടായിരുന്നു. ആ ടാർഗറ്റുകളെല്ലാം അച്ചീവ് ചെയ്ത ശേഷം ഇപ്പോൾ ചെറുതായിട്ട് മാർക്കറ്റ് മുമ്പോട്ട് കാണിക്കുകയാണ്. പക്ഷേ താഴത്തെ ബാറും പ്രൈസോണും ഒക്കെ സെല്ലിനെ കൺഫേം ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ അടുത്ത് ഇനിയും മാർക്കറ്റ് ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്നാണ്. ഈ ഒരു ബ്ലൂ സ്റ്റാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് സപ്പോർട്ട് ലെവലാണ്. അതുപോലെ റെഡ് വരുന്നത് റെസിസ്റ്റിംഗ് ലെവൽസ് ആണ്. അതുപോലെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. അത് സൈഡ് ഇൻഡിക്കേഷൻ ആണ്. അതായത് ഞാൻ പറഞ്ഞു സോഫ്റ്റ് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണിച്ചിരും. ട്രേഡിംഗ് മാത്രം നമ്മൾ മാനുവൽ ചെയ്യണം. നമ്മുടെ ബ്രോക്കറിൽ നിങ്ങളിപ്പോൾ ഏതാ യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഒരു 80 to 90% കൺഫേം ആക്യുറസി എന്ന ട്രേഡിംഗ് സ്ട്രാറ്റജി ഇതിൻ്റെ കൂടെ നമ്മൾ 2 സ്കാനറും കൂടെ അവൈലബിൾ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, പഠിക്കാനോ താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.